ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. തകർപ്പനൊരു ട്വിസ്റ്റാണ് ഇന്ന് പത്രമാറ്റിൽ. ഈ പുരോഹിതൻ ഒരു സ്വാമിയെ പറഞ്ഞയക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശനെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം മൂർത്തി മുത്തശ്ശന് അസുഖമാണെന്നും തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നും പുരോഹിതൻ അറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ പുരോഹിതന് തിരക്കായതുകൊണ്ട് ഒരു സ്വാമിയെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കാണ്. ഇനിയാണ് ട്വിസ്റ്റ്. പുരോഹിതൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വാമി മുത്തശ്ശനെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ജസ്റ്റ് കഥയുടെ ഉള്ളടക്കം പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റിന് കാണിക്കുന്നത് പുരോഹിതനെയാണ്. പുരോഹിതൻ തന്റെ ശിഷ്യനായ ഒരു സ്വാമിയോട് പറയുന്നുണ്ട്, മൂർത്തി സാറെ പോയിന്ന് കാണണം. അദ്ദേഹത്തിന് ശരീരത്തിന് തീരെ സുഖമില്ല. അയ്യോ, അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹത്തിന്റെ അസുഖം കുറച്ച് ഗൗരവമായിട്ടുള്ളതാ. പക്ഷേ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു തിരക്കായിപ്പോയി. അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹത്തിന് കല്യാണത്തിന് വരെ മണ്ഡപത്തിലേക്ക് എത്താൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ആ സ്ഥിതിക്ക് നമ്മൾ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുന്നതല്ലേ നല്ലത്? അതല്ലേ നടപ്പ്? അത് ശരിയാ ഇദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വരെ ഒന്ന് പോകണം. അതിനെന്താ, ഞാൻ പൊക്കോളാം. എനിക്കതിൽ സന്തോഷമുള്ളൂ. അതിനു മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ സാർ അറിയാനുള്ള കാര്യങ്ങളാ. സാറിന്റെ ഒട്ടുമിക്ക കുടുംബകാര്യത്തിലും തീരുമാനം എടുക്കുന്ന ഒരാളാ ഞാൻ. അനിയുടെ വിവാഹത്തിന്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് പറയണം. എങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ശരി. പിന്നെ കാണിക്കുന്നത് അനന്തപുരി വീടാണ് കേട്ടോ. അവിടെ കല്യാണത്തിന്റെ തകർപ്പൻ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ജാനകിയാണ് കാണിക്കുന്നത്. ജാനകി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അനിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ജാനകി ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. എന്റെ മോന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷം തന്നെ അവൾമാരൊക്കെ കുത്തിവെച്ചത്. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ഇത്രത്തോളം വിഷമം ഉണ്ടാകേണ്ട ആവശ്യം എന്താ അനാമിക മോളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റാത്തത്? ഇതും പറഞ്ഞുകൊണ്ട് ജാനകി അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മോനെ അനി. എന്താ അമ്മേ? ദേ, ഇനി മണിക്കൂറുകൾ മാത്രമുള്ളൂ മുഹൂർത്തത്തിന്. അനാമിക മോളുടെ കഴുത്തി താലി കെട്ടുന്നത് ഒട്ടും തൃപ്തിയില്ലാതെയാണോ മോനെ? അമ്മേ, എന്റെ മനസ്സിപ്പോ ഓക്കെയാണ്. ഞാൻ അനാമികയെ താലി കെട്ടിയാ പോരെ? അതോടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമല്ലോ. അതേടാ, എനിക്ക് പ്രശ്നമാ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്, നിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട്. എന്റെ മോനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ മുട്ടച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്നേക്കാളും നല്ലത് ജീവിതമേ വേണ്ടാന്ന് വെക്കുന്നതല്ലേ? അവൾ ഒരു ആണിനെ പോലെയാ നടക്കുന്നത്. അവളുടെ മനസ്സും ചിലപ്പോൾ ആണിനെ പോലെ ആയിരിക്കും. അവക്കൊരു പെണ്ണായി ജീവിക്കാൻ പറ്റില്ലെന്നിരിക്കും. ദേ അമ്മേ, ഈ സംസാരം ഇവിടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ ആ മണ്ഡപത്തിൽ അനാമികയുടെ കഴുത്തി താലി കെട്ടാൻ ഈ അനി ഇവിടെ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ തന്നെ ദേവ്യാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തു പറ്റി അനി? അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഒന്നുമില്ല. അതെ, ഇവനെന്തോ ഒരു ടെൻഷൻ പോലെ. അതാണോ കാര്യം? ആർക്കായാലും ടെൻഷനൊക്കെ ഉണ്ടാകും. പിന്നീട് അത് ആ സമയത്ത് അങ്ങനെ മംഗളമായിട്ട് നടക്കും. നമ്മൾ പോലും അറിയത്തില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, അതിനെനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ വലിയമ്മയോട് പറഞ്ഞു. ഈ ബന്ധമേ എനിക്ക് താല്പര്യമില്ലാത്തതാ. അതുകൊണ്ടേ ആ പെണ്ണിന്റെ കഴുത്തി താലി കിട്ടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതും പറഞ്ഞ് അനി അവിടുന്ന് പുച്ഛിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവ്യാനി ആകെ പരങ്ങളോടങ്ങനെ നിൽക്കുകയാണ്. ജാനകി ആണെങ്കിൽ ഇതൊന്നും കണ്ടില്ലെന്നുള്ള മട്ടിൽ അവിടുന്ന് പോവാൻ നോക്കുന്നുണ്ട്. അപ്പൊ ദേവ്യാനി വിളിക്കുന്നുണ്ട്, ജാനകി. എന്താ എടുത്തി? അനി ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവന്റെ കല്യാണത്തിന്റെ മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അനാമികയോട് അവൻക്ക് ഒരു ഇഷ്ടവും ഇല്ലേ? അവൻ കണ്ടെത്തിയ കൊച്ച അനാമിക എന്തുകൊണ്ടും ഈ കുടുംബത്തിന് ചേർന്ന ബന്ധം. നമ്മളൊക്കെ അതിനെ അനുകൂലിച്ചു. പക്ഷേ ഇവൻ എന്താ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അനാമിക മോള് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തോ അനിക്ക് എന്നിൽ നിന്ന് എന്തോ അകലമുണ്ടെന്നൊക്കെ. പക്ഷെ എനിക്കതൊന്നും വിശ്വാസമായില്ല. ഇവന്റെ നാവ് കൊണ്ട് ഇങ്ങനെയുള്ള ചില സംസാരം കേൾക്കുമ്പോഴാ എനിക്കാകെ ദേഷ്യം വരുന്നത്. ജാനകി, സത്യസന്ധമായിട്ട് എന്നോടൊരു കാര്യം പറയണം. ഈ അനിക്ക് അനാമികയെ ശരിക്കും ഇഷ്ടമല്ലേ? അതേസമയം തന്നെ അനന്തപുരിയിലേക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവ്യാനിക്കും ജാനകിക്കും ആ ടോപ്പിക് അങ്ങോട്ട് മാറ്റേണ്ടി വരുന്നുണ്ട്. ഇനി കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങോട്ടേക്ക് ആ സ്വാമി വരുന്നുണ്ട്. മുത്തശ്ശന് സ്വാമിയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഹാ, ഇതാരേ വരുന്നത്? ഇദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ശരീരം ആ സകലം വേദനയാ. ഇവിടെ ഇരുന്നിട്ട് മനസ്സുറയ്ക്കുന്നില്ല. എപ്പോഴും എന്റെ മനസ്സ് അനന്തപുരിയിലാ. അവിടെ നല്ലൊരു മംഗളകർമ്മം നടക്കുകയല്ലേ. സാറിപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. സാറിന്റെ മക്കളുണ്ടല്ലോ, എന്തിന് കൊച്ചു മക്കളും ഉണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്നോളൂ. അങ്ങനെ തന്നെ നടക്കട്ടെ. പുരോഹിതൻ ഇദ്ദേഹത്തിന് വയ്യെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് പറഞ്ഞയച്ചതാ ഇങ്ങോട്ട് വന്ന് കാണാൻ. അദ്ദേഹത്തിന് വലിയ തിരക്കാണെന്ന് അറിയിക്കാൻ പറഞ്ഞു. അതിനെന്താ, പുരോഹിതൻ എപ്പോഴും തിരക്ക് തന്നെയല്ലേ. സാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. സാറിന്റെ രോഗത്തിന് പെട്ടെന്ന് തന്നെ ശമനം കിട്ടിക്കോളും. അതിനു വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളും ഒക്കെ പുരോഹിതൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുടുംബത്തിന്റെ കാര്യം പറയണ്ടല്ലോ, അതിനു വേണ്ടിയ എല്ലാ പിന്തുണയും അവിടുന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു കുടുംബത്തെ കിട്ടിയത് സാറിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ആകെയുള്ള വിഷമം എൻ്റെ രോഗത്തിലല്ല. ഇപ്പോൾ നടക്കുന്ന എൻ്റെ കൊച്ചുമകൻ്റെ കല്യാണം എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു.
ഹാ, എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ എല്ലാം പുരോഹിതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ബന്ധത്തോട് വലിയ താല്പര്യമില്ലാത്തത്. എങ്കിലും അതിന് പരിഹാരമായിട്ട് പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഫലം കണ്ടാൽ മതിയായിരുന്നു. ഓ, എന്നോട് പുരോഹിതൻ ചില കാര്യങ്ങൾ സാറിനെ പറഞ്ഞേൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അത്? ഈ ബന്ധത്തെക്കുറിച്ച് സാറ് പുരോഹിതനോടൊന്നും പറഞ്ഞിരുന്നില്ല അല്ലേ? അല്ല, ഞാൻ വസുന്ധരയെ പറഞ്ഞേൽപ്പിച്ചിരുന്നല്ലോ. അതെ, അവസാന നിമിഷമായി പോയത്. അയ്യോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇദ്ദേഹത്തോട് ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ത് തടസ്സമുള്ള സാഹചര്യമാണെങ്കിലും അറിയിക്കേണ്ടത് ഇദ്ദേഹത്തെ അറിയിക്കണമെന്നാണ് എന്നോട് പുരോഹിതൻ പറഞ്ഞത്. അത് തന്നെയാണല്ലോ വേണ്ടത്. അതാണ് അതിൻ്റെ ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അവരുടെ എന്തെങ്കിലും കാര്യം നടക്കുമ്പോഴും ഒരു മുടക്കം ഉണ്ടാകാറുണ്ട്. ഹാ, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുണ്ട്. അനിയുടെ ജാതകത്തിൽ 2 വിവാഹമാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, 2 വിവാഹമോ? അതെ, അനിയുടെ ജാതകത്തിൽ 2 വിവാഹമുണ്ട്. ആദ്യത്തെ കല്യാണം എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോകും. അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളാ. എന്നിട്ട് അതിന് പരിഹാരമാർഗമൊന്നും ഇല്ലായിരുന്നു. ഇല്ലാന്നുള്ളത് പുരോഹിതൻ തീർത്തും ഇദ്ദേഹത്തിന്റെ ഭാര്യയെ അറിയിച്ചു കഴിഞ്ഞതാ. എന്നാലും വിധിയെ തടുക്കാനെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു പരിഹാരമാർഗം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇതിനൊരു വാഴവിവാഹം നടത്തിയ ചിലപ്പോൾ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അനിയുടെ വാഴവിവാഹം കഴിഞ്ഞു. ഇതൊന്നും സാർ അറിഞ്ഞില്ലായിരുന്നോ? എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ വാഴവിവാഹം കൊണ്ട് അത് തടസ്സം പൂർണ്ണമായി നീങ്ങിക്കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. അത് സാധ്യത വളരെ കുറവാണ്. എങ്കിലും അനി ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് ആ പുരോഹിതൻ കരുതിയിരിക്കുന്നത്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട അറിഞ്ഞ് വിവാഹം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബന്ധം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോയേക്കാവെന്നും പുരോഹിതൻ പറഞ്ഞു. അയ്യോ, ഈയിടെയായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അനിക്ക് ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു സ്വാമി. ആ കുട്ടിയാ അനിയെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നമ്മളെ കുടുംബത്തിലേക്ക് വന്നത്. പിന്നെ എല്ലാവർക്കും ആ കുട്ടി ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഈ ബന്ധത്തിന് ഞാൻ വാക്കും കൊടുത്തു. എല്ലാം എൻ്റെ തെറ്റാ. ഒന്നും ആലോചിക്കാതെയും അറിയാതെയും എടുത്ത് ചാടിയതാ എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. സാറിപ്പോൾ അതാലോചിച്ച് വിഷമിക്കണ്ട. വാഴവിവാഹം നടന്നിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും ഇദ്ദേഹം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാ. ഇഷ്ടപ്പെടാത്ത വിവാഹമായതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാ. അതിനെ നേരിടാൻ കുടുംബത്തിലുള്ള അംഗങ്ങൾ തയ്യാറാകണം. തമ്മി അടിയും പോരും വഴക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ദാമ്പത്യം ഉടഞ്ഞു പോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് പോലീസ് വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ 2 മനസ്സാവുകയാണ് കേട്ടോ. വാക്കു സമ്മതം കൊടുത്തതിൽ മുത്തശ്ശന് വലിയ വിഷമം തോന്നുന്നുണ്ട്. അനിക്ക് അനാമികയോട് ഇഷ്ടമില്ലാത്ത പല സന്ദർഭങ്ങളും ചില സമയത്തുള്ള അനിയുടെ സ്വഭാവവും സംസാരവും ഒക്കെ മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പോലീസ് എന്തിനായിരിക്കും മൂർത്തി മുത്തശ്ശനെ കാണാൻ വന്നതെന്ന് അറിയട്ടെ. പോലീസ് വരുമ്പോൾ തന്നെ ഈ സ്വാമി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് കേട്ടോ. മുഹൂർത്തത്തിന്റെ അവസാന നിമിഷം വെച്ച് എന്ത് ട്വിസ്റ്റുകളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അതായത് അടുത്ത എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്ത് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.